അശോക, ഇവിടെ ഒന്ന് ചോദിച്ചാലോ? ചോദിക്കാം. സർ, സർ, ഈ ഏരിയയിൽ ന്യൂ ഹാർഡ്വിക് സ്കൂളിൽ പഠിക്കുന്ന 6 വയസ്സുള്ള കുട്ടിയുണ്ടോ? ഈ ചേരിയിൽ ആര് സ്കൂളിൽ പോകാനാ സാറേ? അത്രയും വലിയ സ്കൂളിൽ പഠിക്കണമെങ്കിൽ കുറെ കാശൊക്കെ വേണ്ടേ സാറേ? നിങ്ങൾ ആരെങ്കിലും കണ്ടൊന്നും ഓർത്തോക്കാം സാർ. ചെറിയ കുട്ടിയാ, ഒരു 6 വയസ്സ്. അയ്യോ സാറേ, ഇവിടുത്തെ കുട്ടികൾ സർക്കസിനും കിർക്കസിനും ഒക്കെ പോകുന്ന കുട്ടികളാ. ചില കുട്ടികളൊക്കെ കട്ടും മൂട്ടിച്ചൊക്കെ ജീവിക്കുന്നേ. ഇവരാരും സ്കൂളിൽ പോകാറില്ല സാറേ. മോനെ, ഇവിടെ ഒരു സ്കൂളിൽ പോകുന്ന ഒരു കൊച്ചു കുട്ടിയെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല സാറേ. എടാ, എന്താടാ ചെയ്യാ? ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ഇല്ലെന്നല്ലേ പറയുന്നേ? അതേടാ, ഇനിയിപ്പോ എങ്ങനെ അന്വേഷിക്കും? എടാ, ഒരു കാര്യം ചെയ്താലോ? നമ്മുടെ അടുത്ത് സിഹിയുടെ ഫോട്ടോ ഉണ്ടല്ലോ. സിഹിയുടെ ഫോട്ടോ കാണിച്ച് എല്ലാവരോടും ചോദിക്കാം. ആ കുട്ടിക്ക് സിഹിയുടെ എന്തെങ്കിലും ഒരു ചായ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് തിരിച്ചറിയാൻ പറ്റും. ഗുഡ് ഐഡിയടാ. എന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാ? എന്നെ അന്വേഷിച്ചു വന്നതാണോ? അതെന്തിനാ? എടാ, ഞാൻ ചിലപ്പോ സ്കൂൾ ഡേ ഫംഗ്ഷനിൽ വെച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെ കണ്ട് സിഹിയാണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും. ഇതെല്ലാം കണ്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അപ്പൊ നിങ്ങള് സുബിയെ അന്വേഷിച്ചു വന്നതാണോ? അച്ഛാ, നിങ്ങളും പിന്നെ ആഘോഷങ്ങളും കറക്റ്റ് സ്ഥലത്തായി ഇപ്പൊ വന്നിരിക്കുന്നേ. സുബിയെ നിങ്ങൾ കാണും, അന്വേഷിക്കേ. എന്നുവെച്ചാ സിഹിയെ പോലെ ഒരു കുട്ടിയെ കണ്ടെത്താൻ പറ്റില്ലേ? കണ്ടെത്താൻ പറ്റുമോ കോശങ്ങൾ? ഇവർ രണ്ടുപേരെ ഞാൻ തന്നെ സഹായിക്കണം. സഹായിച്ചേക്കാം. മോളെ, എന്താ നിനക്ക് പറ്റിയത്? വേദനിക്കുന്നുണ്ടോ? മുത്തശ്ശൻ എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് അറിയില്ല മോളെ. ഞാൻ ഓയിൻമെന്റ് ഇട്ട് തരട്ടെ? നിനക്ക് അത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ ഇനി മുത്തശ്ശന്റെ അടുത്തേക്ക് പോകണ്ട. പക്ഷെ മുത്തശ്ശൻ ഒരു നല്ല മനുഷ്യനാ മോളെ. അറിയാതെ ചിലപ്പോ ചെയ്തതായിരിക്കും. നിന്നെ ഞാൻ ഇനി ഒരിക്കലും എങ്ങോട്ടും ഒറ്റയ്ക്ക് വിടില്ല മോളെ. നിനക്കെന്തോ എവിടെയും സേഫ് അല്ലാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, കേട്ടോ? തെറ്റുപറ്റിപ്പോയി മോളെ, തെറ്റുപറ്റിപ്പോയി. കണ്ടോ അവൾ എത്ര വിഷമിക്കുന്നുണ്ടെന്ന് കണ്ടോ? ഞാനും കുറച്ച് ശ്രദ്ധ കാണിക്കണമായിരുന്നു. എന്റെ ദൃഷ്ടിയില് അതൊരു ജീവനില്ലാത്ത പാവയാ. പക്ഷേ സീതയുടെ ദൃഷ്ടിയില് അതവളുടെ മകളാ. അവളുടെ കുഞ്ഞിനെ മുത്തശ്ശൻ വേദനിപ്പിച്ചെന്ന് കരുതി അവള് വിഷമിച്ചിരിക്കുന്നത് കണ്ടോ? അച്ഛാ, അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ കാരണമല്ലേ സീതയ്ക്ക് വിഷമായത് മോളെ? അയ്യോ ഇല്ല അച്ഛാ, ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം അവളുടെ അവസ്ഥയല്ലേ. അവള് നോർമലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ അച്ഛാ? അച്ഛൻ പറ.
അവളുടെ മാനസിക നില ആകെ താളം തെറ്റിക്കിടക്കുന്നത് കണ്ടു. അവൾക്കിപ്പോ ആ പാവയല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ അച്ഛാ. അച്ഛാ, അവളെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാ നമുക്ക് അവളെ നഷ്ടപ്പെടുമെന്ന് എനിക്ക് പേടിയാവും അച്ഛാ. ഇല്ല ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല മോളെ. സുബി, വീണ്ടും വന്നോ? നീ കാരണം ഞാൻ ഇന്ന് ജോലിക്ക് പോകാത്തെ. ഈ ജോലിയെങ്കിലും ചെയ്തോട്ടെ. ഞാൻ വരുമ്പോ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? നീ വരുന്നത് എന്റെ തല തിന്നാനല്ലേ, അതുകൊണ്ട്. ശരി, നീ ഇപ്പൊ അതൊക്കെ വിട്. നീ ഇപ്പൊ എന്റെ കൂടെ വാ. ഞാൻ എന്റെ കൂടെ ഇപ്പൊ വരില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും. ഇല്ല സുബി, എന്റെ കൂടെ വാ പ്ലീസ്. എങ്ങോട്ടാ പറയാ? നിനക്കൊരു കാര്യം കാണിച്ചു തരാം. സർപ്രൈസ്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, ഞാൻ വന്നോളാം. കൈയൊന്ന് കഴുകട്ടെ. അച്ഛാ, നിങ്ങൾ അന്വേഷിക്കുന്ന സുബിയെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം. എടാ സീത വീഡിയോ കോൾ ചെയ്യുന്നുണ്ടല്ലോ. റിസീവ് ചെയ്തോ, പക്ഷെ എവിടെയാണെന്ന് പറയണ്ട. ഹായ് സീത. സീത എന്തു പറ്റി? സിഹിക്ക് എന്തിനാ ബാൻഡേജ് കിട്ടുന്നത്? നീ എന്താ കരയാണോ? റാം, എനിക്ക് എത്ര വിഷമായെന്ന് നിനക്കറിയോ? മുത്തശ്ശൻ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മുത്തശ്ശനോ? എന്താ ചെയ്തേ? സിഹി ഒറ്റ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നു. പാവകൾക്ക് എത്ര വേദനിച്ചെന്നറിയാമോ? കണ്ടോ, കൈ ആകെ കിടക്കുന്നത് കണ്ടോ? റാം, കേൾക്കുന്നുണ്ടോ റാം? സീത, നീ വിഷമിക്കണ്ട. മുത്തശ്ശൻ അറിയാതെ അങ്ങനെ പറ്റിയതായിരിക്കും. ആയോ ഓക്കെ? ഞാൻ സിഹിയെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ എന്നെ കുറിച്ച് ചോദിക്കുന്നത് എന്തിനാ? പാവകൾക്ക് എത്ര വേദനിച്ചെന്നറിയാവോ? സിഹിയുടെ മുഖത്തേക്ക് നോക്കിയേ. സീത, സിഹിക്കൊന്നും സംഭവിക്കില്ല. ഡോണ്ട് വറി. റാം, എന്തിനാ റാം പെട്ടെന്ന് കോള് കട്ട് ചെയ്തത്? അശോക, അശോക, ഒന്ന് വേഗം വാടാ. സിഹിയാടാ, സിഹി. എവിടെ? സുബി, ഓടല്ലേ, ഒന്നവിടെ നിക്ക്. എടാ, സിഹിയെ പോലെ ഒരു കുട്ടിയെ കണ്ടടാ.
ഹലോ. ഹലോ ഭാർഗവി മാഡം, നിങ്ങൾ ഫോൺ ചെയ്തപ്പോ ഞാൻ ഒരു മീറ്റിംഗിലായിരുന്നു. എന്താ വിളിച്ചത്? അതെ, ഞാനാ വിളിച്ചത്. എന്റെ രാമൻ അങ്ങോട്ട് വന്നിരുന്നല്ലോ. അവരെന്തിനാ അങ്ങോട്ട് വന്നേന്നൊന്ന് അറിയാൻ പറ്റുമോ? അത് സിഹിയെ പോലെ ഒരു കുട്ടി സ്കൂളിലുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ വന്നേ. വാട്ട്? സിഹിയെ പോലൊരു കുട്ടിയോ? അതെന്നാ സ്കൂൾ ഡേയില് സിഹിയെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി ഇവിടെ കണ്ടുവെന്ന് അവർ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു കുട്ടി നിങ്ങളുടെ സ്കൂളിലുണ്ടോ? സിഹിയെ പോലെ ഒരു കുട്ടി നമ്മുടെ സ്കൂളിലില്ല മാഡം. അദ്ദേഹത്തിന് ഏത് കുട്ടിയെ കണ്ടാലും സിഹിയെ പോലെ തോന്നുന്നതാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് ശരിക്കും വിഷമമായി. ഓക്കെ, താങ്ക് യു. സോറി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തതിന്. ഓക്കെ മാം, താങ്ക് യു. ഓഹോ, സിഹിയെ പോലൊരു കുട്ടിയെ അന്വേഷിച്ച് സ്കൂളിൽ പോയതാണോ? ഇതുകൊണ്ടാണല്ലേ അശോക ഈ കാര്യം നീ എന്നോട് മറച്ചു വെച്ചത്? വാട്ട് നോൺസെൻസ്. സിഹിയെ പോലെ മറ്റൊരു കുട്ടിയോ? അങ്ങനൊരു കുട്ടിയെ നോക്കി നീ ഇറങ്ങിയതാണോ രാമ? പോട്ടൻ, നിന്റെ ഭാര്യയ്ക്ക് മാത്രമേ ഭ്രാന്തുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത്. വന്ന് വന്ന് നിനക്കും ഭ്രാന്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. എവിടെ പോയടാ? മിസ്സായല്ലോ അവളെ. സുബി, നീ എന്താ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുവാണോ? എന്തിനാ ഒളിച്ചിരിക്കുന്നേ? നീ ഒന്ന് പോയേ. എടാ, നീ ഇവിടെ ശരിക്കും അവളെ കണ്ടോ? അതെ അശോക, ഇതിന് തോന്നലല്ല, ശരിക്കും ഞാൻ കണ്ടതാ. അവള് സിഹിയെ പോലെ തന്നെയാണോ? എടാ ഡിറ്റോ, സെയിം ടു സെയിം സിഹിയെ പോലെ തന്നെ അവള്. ഡ്രസ്സിംഗ് മാത്രമേ വ്യത്യാസമുള്ളൂ. വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. സുബി, എന്റെ അച്ഛൻ ഒന്നും ചെയ്യില്ല. അവരുടെ മുമ്പിലേക്ക് ഒന്ന് പോ പ്ലീസ്. അച്ഛാ, സുബിദ ഇവിടെയുണ്ട്. ആകാശ് അങ്കിൾ, സുബിദ ഇവിടെയുണ്ട്. നോക്ക്, ഒന്ന് മിണ്ടാതിരിക്കേ. അവളെ മിസ് ചെയ്യരുതായിരുന്നു. എടാ, അവൾ എവിടെയും പോയി കാണില്ല, ഇവിടൊക്കെ തന്നെ ഉണ്ടാവും എന്റെ മനസ്സ് പറയാ. എന്നാ നമുക്ക് അങ്ങോട്ട് നോക്കിയാലോ? യാ.
മുത്തശ്ശ. പ്ലീസ് എന്നോട് ക്ഷമിക്കണേ. എന്തിനാ മോളെ നീ എന്നോട് ക്ഷമ ചോദിക്കുന്നു? ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടില്ലേ? കുറച്ചും കൂടി മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കണമായിരുന്നു മുത്തശ്ശ. നിങ്ങളെ സിഹിയെ ഒരു തമാശയ്ക്ക് അങ്ങനെ പിടിച്ചതായിരിക്കും. പക്ഷെ ഞാൻ എന്തോ പെട്ടെന്ന് ദേഷ്യത്തില് എന്തൊക്കെയോ പറഞ്ഞു. പ്ലീസ് അതൊന്നും മനസ്സിൽ വെക്കരുതേ. സാരമില്ല മോളെ, ഞാനതൊക്കെ എപ്പോഴേ മറന്നു. അതല്ല മുത്തശ്ശ, എന്റെ ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഒരു മര്യാദയില്ലാതെ സംസാരിച്ചു. എനിക്ക് എന്നോട് തന്നെ ഗിൽറ്റ് തോന്നുന്നുണ്ട്. അയ്യോ, അതിനൊന്നും ആവശ്യമില്ല മോളെ. എനിക്ക് എന്താണെന്ന് അറിയില്ല മുത്തശ്ശ. ഈയിടെയായിട്ട് ഞാൻ സിഹിയുടെ കാര്യത്തിൽ വല്ലാതെ പൊസസീവ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്കും അതൊക്കെ കാരണം വിഷമം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കാരണം ഈ വീട്ടിൽ സമാധാനമില്ലെന്നും അത് കാരണം നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട് മുത്തശ്ശ. അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല മോളെ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനത്തെ ആലോചനയൊന്നും വേണ്ട. ഭഗവാനെ, ഈ മോളെ എന്തിനെങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? ഇവളുടെ വേദനയ്ക്കൊരു പരിഹാരം കൊടുത്തൂടെ? ഇവളെ എന്തിനെ എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നേ? പ്ലീസ് മുത്തശ്ശ, ഐ എം സോറി. അയ്യോ, എന്തിനാ ഇങ്ങനെ സോറി പറയുന്നേ? ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ അപ്പോഴേ എന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു. ഞാൻ അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണമായിരുന്നു. ഇതിൽ ഞാനും തെറ്റുകാരനല്ലേ മോളെ? ഇനി മുതല് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. മോള് വെറുതെ വിഷമിക്കണ്ട കേട്ടോ. ശരി മുത്തശ്ശ, നിങ്ങള് കോഫി കുടിക്കുക. ഞാനുണ്ടാക്കുന്ന കോഫി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഈയിടെയായിട്ട് ഞാനും നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കി തരുന്നില്ല, നിങ്ങൾ എന്നോട് ചോദിക്കുന്നതുമില്ല. അമൃതം അമൃതം പോലെയുണ്ട് മോളെ. അശോക, എനിക്കെന്തോ അവളെ കണ്ടെത്താൻ പറ്റില്ലെന്നാ തോന്നുന്നേ. അതെടാ, എവിടെയൊക്കെ നോക്കി? അവൾ എങ്ങോട്ടാ പോയത്? ഐ ഹാവ് നോ ഐഡിയ. വീട്ടിൽ നിന്ന് സീതയും ഫോൺ ചെയ്തിരുന്നു. പേടിച്ച് നിൽക്കുക അവള്. മുത്തശ്ശനായിട്ട് എന്തോ വഴക്കുണ്ടായിരുന്നു. ആണോ? എന്നാ വാ, വീട്ടിലേക്ക് പോവാം. പോവാടാ, പക്ഷെ അവളെ കണ്ടുപിടിച്ചില്ലല്ലോ. അതിനെക്കുറിച്ച് നീ ആലോചിക്കണ്ട. എന്തേലും ചെയ്യാം, ഞാൻ കൂടെ ഉണ്ടല്ലോ. നീ വാ. എടാ, എനിക്കൊരു പ്രോമിസ് താ. എന്ത് പ്രോമിസടാ? സിഹിയെ പോലെ ഒരു കുട്ടിയുണ്ട്. അവളെ നമ്മൾ അന്വേഷിക്കുന്ന കാര്യം വീട്ടിൽ ആരോടും പറയണ്ട. അത് നീ രാവിലെ തന്നെ പറഞ്ഞല്ലേ? കുട്ടിയെ കിട്ടുന്നത് വരെ ആർക്കും ഒരു പ്രതീക്ഷയും കൊടുക്കണം. ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ ആരോടും പറയില്ല. എന്നാലും നിന്റെ നാവടങ്ങില്ല, നീ പറഞ്ഞു പോവും. നീ ആരോടും പറയണ്ട, സീതയോട് പോലും പറയണ്ട. ഡാ, വീണ്ടും വീണ്ടും പറയണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടൊന്നും അല്ലടാ, ഞാൻ പ്രിയോടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞേ ആരോടും പറയണ്ടെന്ന്. നീ അതെനിക്ക് പ്രോമിസ് ചെയ്. ശരി, ആയിക്കോട്ടെ. പ്രോമിസ്, ഞാൻ ആരോടും പറയില്ല. അങ്ങനെ ഒരു വിധത്തിൽ ആ മനുഷ്യനൊന്ന് പോയല്ലോ. നീ എന്താ അങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ അച്ഛന്റെ മുമ്പിൽ പോവാൻ പറഞ്ഞിട്ട് നീ എന്താ പോവാത്തെ? ഞാൻ ആ മനുഷ്യന്റെ മുമ്പിലൊന്നും പോവില്ല. അവൻ ആള് ശരിയല്ല. ഏയ്, നീ എന്താ എന്നെ പേടിപ്പിക്കുന്നോ? ഐ ഹേറ്റ് യു സുബി. നീ കാണിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടായിട്ടില്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? പോവാൻ നോക്ക്. പാവം എന്റെ അച്ഛൻ. സുബിയെ എത്ര തവണ അന്വേഷിച്ചു. ഇവൾക്ക് ഭയങ്കര അഹങ്കാരമാ. ഇവൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അപ്പോ
പോയ കാര്യം എന്തായടാ? എവിടെ? സിഹിയുടെ തിങ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഇതെന്താ വെറും കൈയോടെ? അത് മേമ മേമ സ്കൂൾ ടീച്ചറിനെ കാണാൻ പറ്റിയില്ല. പോയ കാര്യം നടന്നില്ല. പിന്നെ ഒരിക്കലും പൊക്കോളാം. ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ഡ്രൈവറെയോ ജോലിക്കാരെയോ ഒക്കെ പറഞ്ഞു വിട്ടാ പോരെ? ഓഫീസ് കാര്യം മാറ്റിവെച്ച് നിങ്ങൾ എന്തിനായിരുന്നു അങ്ങോട്ട് പോയെ? ടൈം വേസ്റ്റ് അല്ലേ? അല്ലേ അശോക്? മേമ, നമ്മുടെ സിഹിയുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യണ്ടേ? ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ അത് നന്നാവില്ല. അത് പോട്ടെ മേമ, സീത എവിടെ? ആക്ച്വലി ഇവിടെ എന്താ ഉണ്ടായത്? സീത മുത്തച്ഛനെ കുറിച്ച് എന്താ പറയാൻ ഫോൺ ചെയ്തിരുന്നു. പക്ഷെ ഞാനപ്പോ ബിസി ആയിരുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോ ഞാൻ എന്ത് പറയാനാടാ? അതൊന്നും പ്രശ്നമില്ല, നീ വിട്. അതെന്താണെങ്കിലും എന്നോട് പറ മേമ. ഇറ്റ്സ് ഓക്കെ. അത് പിന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അച്ഛാ, അതൊന്നും സാരമില്ല അച്ഛാ. അവനിപ്പോ ആവശ്യത്തിന് ഓൾറെഡി ടെൻഷൻ ഉണ്ടല്ലോ. ഇനി വെറുതെ അവനെ ടെൻഷൻ അടിപ്പിക്കണ്ട. ഇറ്റ്സ് ഓക്കെ മേമ. മുത്തച്ഛ, എന്താണെങ്കിലും എന്നോട് പറ. സീത എവിടെ? സീത ഒന്ന് നിൽക്കിരാമ. അവള് മുകളിലത്തെ റൂമിൽ തന്നെയുണ്ട്. ഇന്നിവിടെ പേടിക്കാൻ മാത്രമൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോ ഒട്ടും വൈകിപ്പിക്കണ്ടെന്നാ തോന്നുന്നത്. വൈകിപ്പിക്കണമെന്നോ? അതെന്താ? സീതയുടെ മാനസികാവസ്ഥ വളരെ മോശമായിട്ടുണ്ട്. ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതെ അപ്പോ, സീതയ്ക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ. ഇന്ന് ആ പാവയുടെ കാര്യത്തില് അച്ഛനൊരു ചെറിയ നെഗ്ലക്റ്റ് കാണിച്ചുകൊണ്ട് അവൾ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. സീതയെ അങ്ങോട്ട് പറഞ്ഞയക്കാമെന്നും തീരുമാനിച്ചിട്ടുണ്ട്.